കാലവർഷക്കെടുതിയിൽ അടിയന്തര യോഗം ചേർന്നതായും പ്രളയക്കെടുതി നേരിടാൻ പത്തനംതിട്ടയിൽ പ്രത്യേക സന്നാഹമൊരുക്കുമെന്നും മുഖ്യമന്ത്രി വി.ടി. സതീശൻ. സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് വിലയിരുത്തലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്ത നിവാരണ സെക്രട്ടറി യോഗം ചേർന്ന് മുൻകരുതൽ എടുത്തിരുന്നു. IMDയുടെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് വന്നത് രാത്രിയാണ്. പരിശോധിക്കാൻ മറ്റ് സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 165 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. ഡാമുകളിൽ നിന്നും വെള്ളമൊഴുക്കുന്നുവെന്നത് വ്യാജപ്രചരണമാണെന്നും വ്യാജപ്രചരണത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചാൽ കർശന നടപടി വരും. ഒരു ഡാമിലും വെള്ളം അധികമില്ലെന്നും തുറന്നുവിടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വിശദമാക്കി. നിലവിൽ മൂഴിയാറിൽ മാത്രമാണ് പ്രശ്നമുള്ളത്. 350 മില്ലിമീറ്റർ വരെ മഴ പെയ്തതാണ് പ്രശ്നം. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങിന് 10,000 രൂപ നൽകും. വീടുകളിൽ വെള്ളം കയറിയവർക്കും 10,000 രൂപ നൽകും. വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും വീട് നഷ്ടമായവർക്ക് 8 ലക്ഷം രൂപയും നൽകും. ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ എന്നായിരുന്നു വിരുന്നിനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2018-ലും 2019-ലും അന്നത്തെ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചില്ലേയെന്നും വി.ടി. സതീശൻ ചോദിച്ചു. 3 മണിക്കാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. ഹെലികോപ്റ്റർ യാത്രയിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകി. ഔദ്യോഗിക യാത്രയ്ക്കാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1 രൂപ പോലും സർക്കാരിന് യാത്ര കൊണ്ട് നഷ്ടമായിട്ടില്ല. താൻ പാർട്ടി സമ്മേളനത്തിലല്ല ഹെലികോപ്റ്ററിൽ പോയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മഴക്കെടുതി അവലോകന യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മലപ്പുറത്ത് എത്തിയപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനാണ് പോയതെന്നും സൽക്കാരത്തിനല്ലെന്നും മുഖ്യമന്ത്രി വി.ടി. സതീശൻ. മഴക്കെടുതിക്കിടെ മുഖ്യമന്ത്രി സൽക്കാരത്തിന് പോയി എന്ന ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മഴ സംബന്ധിച്ച് വെളുപ്പിന് 5 മണിക്ക് വിവരം കിട്ടിയതു മുതൽ ജില്ലാ കളക്ടർമാരുമായും MLA-മാരുമായും മന്ത്രിമാരുമായും സംസാരിച്ച് എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. സ്ഥലത്ത് എത്തണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ പങ്കെടുത്തത്. അന്ന് 3 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. അത് തെറ്റാണോ? 2018-ലും 2019-ലും പ്രളയമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. മലപ്പുറത്ത് എത്തിയപ്പോൾ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. അത് കഴിക്കാൻ പോയതിനാണ് ഹീനമായ അപവാദ പ്രചാരണം നടത്തിയത്. സൽക്കാരത്തിനല്ല പോയതെന്നും ഭക്ഷണം കഴിക്കാനാണ് പോയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.